ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സലാഡ് കറിയാണ്. അതായത് എപ്പോഴും ഞാൻ സൈഡ് ഡിഷ് വെക്കുന്ന സമയത്ത് അന്ന് വറുത്തിട്ട തക്കാളി എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പണ്ട് ചോദിച്ചിരുന്ന സംഭവമാണ് സലാഡ് കറി എന്താണ് എന്നുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ്. ഒഴിച്ചുകറി ആയിട്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാൻ ഇന്ന് പരിപ്പ് കറിയുടെ കൂടെയാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഒരു പരിപ്പ് കറി വെക്കുന്ന സമയത്ത് പുളിപ്പ് ഇല്ലാതെ ഇരിക്കുന്ന ഒരു സംഭവത്തിന് സൈഡായിട്ട് നമ്മൾ എന്തെങ്കിലും പുളിപ്പായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഒരു വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഡിഷാണ്. വരൂ നമുക്ക് കാണാം സലാഡ് കറി. അപ്പൊ നമുക്ക് തുടങ്ങാം സലാഡ് കറി ഉണ്ടാക്കാന്. ഇത്രയും സിമ്പിളായിട്ട് ഇനിയൊരു കറി ഉണ്ടാവാൻ പോണില്ല. അത്രയ്ക്ക് സിമ്പിളാണ്. നമുക്ക് പാചകം എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ല. പെട്ടെന്ന് തന്നെ നമുക്ക് കഞ്ഞിക്കും എല്ലാത്തിനും നമുക്ക് യൂസ് ചെയ്യാം. ഞാനിത് ഒരുപാട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഞാനെന്നാ പത്തിയക്കറി ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് പേര് വറുത്തിട്ട തക്കാളി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങനത്തെ കാറ്റഗറിയിൽ വരുന്ന സംഭവമാണ്. ഇനി ഇത് ചെറുതായിട്ട് മുറിക്കുക, ഇത് നീളത്തിൽ മുറിക്കുക, ചെറിയ ഉള്ളി നീളത്തിൽ മുറിക്കുക, പച്ചമുളക് ചെറുതായിട്ട് മുറിക്കുക. വലിയ ഉള്ളി ഒരു മീഡിയം സൈസും ചെറിയ ഉള്ളി ഒരു 6-7 എണ്ണവും. ഈ കോമ്പിനേഷനാണ് സൂപ്പർ ആവാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാം മുറിച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എല്ലാം മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇൻ കേസ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ചെറിയ ഉള്ളി ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം വലിയ ഉള്ളിയുടെ ക്വാണ്ടിറ്റി കൂട്ടിക്കോളൂ കേട്ടോ. ഓക്കെ, ഇനി എല്ലാം നമുക്ക് പാത്രത്തിലിടാം. നമ്മൾ ബിരിയാണിക്കൊക്കെ സലാഡ് ഉണ്ടാക്കില്ലേ, പക്ഷെ ഇതിൽ ഇത്തിരി ഒരു വ്യത്യാസം വരുന്നു മാത്രമേ ഉള്ളൂ കേട്ടോ. ഇങ്ങനത്തെയൊക്കെ സിമ്പിളായിട്ടുള്ള കറികൾ ഒരു ഒഴിച്ചുകറി സ്റ്റൈലിൽ, ഇല്ലെങ്കിൽ നിങ്ങളൊരു പരിപ്പ് കറി വെക്കുക. ഇപ്പം എനിക്കിന്ന് പരിപ്പ് കറിയാണ്, അപ്പം അതിനൊരു പുളി ഉണ്ടാവില്ല. അപ്പം ഇതാവുമ്പോൾ കൂടെ സൂപ്പറായിരിക്കും. ഇനി ഇതിലേക്ക് നമ്മൾ കൊഴുക്കനെ കലക്കി വെച്ചിരിക്കുന്ന തൈര് ഒഴിക്കുക. എന്നിട്ട് പാകത്തിന് ഉപ്പിടാം. പാകത്തിന് ഉപ്പിട്ടു. ഇനി ഇത് നന്നായിട്ട് ഇളക്കുന്നു. ഇതിപ്പോൾ ഒഴിച്ചുകറി സ്റ്റൈലാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെള്ളമാക്കിക്കോളിൻ. ഞാൻ ഇപ്പോൾ പരിപ്പ് കറി ഉള്ള സ്ഥിതിക്ക് ഞാൻ കുറച്ച് കൊഴുക്കനെ വെച്ചിരിക്കണമെന്ന് മാത്രം. ഇതാണ് മെയിനായിട്ട് ഒഴിച്ചു കറി എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്കിതിലേക്ക് വെള്ളം ഒഴിക്കാം. തൈര് കുറച്ചും കൂടി ലൂസാക്കാമെന്ന് ചുരുക്കം. ഇനി നമുക്ക് വറുത്തിടാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. കടുകിടുക, വറ്റൽമുളക്, കരിവേപ്പില, മല്ലിയില, അതാവണ സമയത്ത് ഒരു നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി. ഓക്കെ, എന്നിട്ട് ഇത് നന്നായിട്ട് ഈ എണ്ണയിൽ കൂടെ മിക്സ് ചെയ്യാം. ആ പച്ചമണം പൊടിയുടെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് വറുത്തിടാം. നമ്മുടെ സലാഡ് കറി റെഡിയായി. എത്ര ഇനിയുണ്ട് പണി? ഇതിൻ്റെ കൂടെ ഒരു ചേന ഉപ്പേരിയോ ഉരുളക്കിഴങ്ങ് ഉപ്പേരിയോ വല്ലതും ഉണ്ടെങ്കിൽ പൊളിക്കും ടേസ്റ്റ്. അപ്പം എനിക്കിത് ഇന്ന് പരിപ്പ് കൂട്ടാനും സലാഡ് കറിയും ക്യാരറ്റ് ഉപ്പേരിയും എല്ലാമാണ് സംഭവം. ഓക്കെ, ഡൺ. അപ്പോൾ നമ്മുടേത് സൂപ്പറായിട്ടുള്ള സലാഡ് കറി റെഡിയായി. ഇനി ഞാൻ സെർവ് ചെയ്യട്ടെ. സെർവ് ചെയ്യാം. സൂപ്പർ സലാഡ് കറി.
സൂപ്പറായിട്ടുള്ള സലാഡ് കറി റെഡിയായി. നിങ്ങൾക്ക് മടിയായിരിക്കുന്ന ദിവസങ്ങളിൽ ഇല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ലോക്ക്ഡൗണിൽ ഒരു ഒഴിച്ചുകറി ഒരു ടെൻഷൻ ആവണ്ട. നമ്മുടെ സലാഡ് കറി എന്തെങ്കിലും ഒരു ഉപ്പേരിയോ സമ്മന്തിയോ ഉണ്ടാക്കിയ കാര്യമായി. ഓക്കെ, ഇനി കഴിക്കട്ടെ. അപ്പം നമുക്ക് കഴിക്കാം. എല്ലാവരും ഇരിക്കുന്നുണ്ട്. ഒരു കുട്ടി മാത്രം ഇവിടെ ഫ്രൈഡ് റൈസ് കഴിക്കുന്ന കുട്ടി. എന്താണ് കാരണം? തക്കാളി, അതിൻ്റെ മുകളിൽ കടുക് കാണുന്നു, എന്താണ് പറയുക, മല്ലിയില കാണുന്നു. എന്തൊക്കെയാണ് കാരണങ്ങളെന്ന് അറിയോ? ഓക്കെ, പരിപ്പ് കറി തരൂ, ഞാൻ ഉണ്ണട്ടെ. ഇപ്പം നമുക്ക് സലാഡ് കറി ആദ്യം വിളമ്പാം. ഓക്കെ, ഇനി പരിപ്പ് കറി തരൂ. എന്തായി? എന്തിനാ ചിരിച്ചത് മാഷ? എന്തിനാ ചിരിച്ചത്? ഞാൻ തീരെ പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റ്. എന്തൊക്കെയാ പറയുന്നത്? പ്രതീക്ഷിക്കാത്തൊരു ടേസ്റ്റ്. സലാഡ് കറി. ഞാൻ എന്റെ മനസ്സിലൊരു മോര് കൂട്ടാൻ്റെ ടേസ്റ്റ് ആണ്. അല്ല അല്ല, ശരി. ഞാനിപ്പോ എവിടെ നിന്ന് തുടങ്ങേണ്ടത്? അടിപൊളി. അടിപൊളിയായിട്ട്. ക്യാരറ്റ് ഉപ്പേരി പ്ലീസ്. ഇന്ന് എല്ലാവരും കൂടി ഒരുമിച്ചുള്ള കഴിക്കലാണ്. മീറ്റിംഗ് ഒക്കെ നേരത്തെ കഴിഞ്ഞു. ഓക്കെ, ഓക്കെ, പെർഫെക്റ്റ്. ഓക്കെ, അപ്പം മറ്റേ ടൂണിട്ട് കൊടുക്കണം. കഴിക്കാം. വെരി നൈസ്. പരിപ്പ് കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആ പരിപ്പ് കറിയുടെ ഒരു ഇതെന്താ പറയുക, പുളി ഇല്ലാത്തതിന് ഇത് നല്ല കോമ്പിനേഷനാണ്. ഞാൻ പറഞ്ഞമായി ഇത് മാത്രം കറിയായിട്ട് വെച്ചാൽ നന്നായിരിക്കും. ഒരു മെനക്കേടും ഇല്ല. സൂപ്പറാണ്. എന്ത് സിമ്പിളാ. ഉണ്ടാക്കി നോക്കണം കേട്ടോളെ. ഈ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പ് എന്താ പറയുക, ഒരു വളരെ സന്തോഷമായിട്ടുള്ള ഒരു സംഭവം നടന്നത് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോളൂ. ഇതാണ് ശ്രുതി, വിനീസ് കിച്ചൻ്റെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ. ശ്രുതി എനിക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. വിൻചേച്ചി, ഞാൻ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ വന്നതാണ്, വിൻചേച്ചിയുടെ വീട്ടിൻ്റെ അടുത്താണ്, ഞാൻ വിൻചേച്ചി ഒന്ന് വന്ന് കണ്ടോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ശ്രുതി വീട്ടിലേക്ക് വന്നു. ഞങ്ങൾ കുറേ നേരം ഇരുന്നു, സംസാരിച്ചു. ആ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണേ കേട്ടോളൂ. സോ ഇതാണ് ശ്രുതി ആൻഡ് താങ്ക് യു സോ മച്ച്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് നമുക്ക് ഒരു സർപ്രൈസ് ആയിട്ട് ഒരാൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ്. അറേബ്യൻ റാൻസസിലേക്ക് വന്ന സമയത്ത് ആ കുട്ടിയുടെ ചേച്ചി ശ്രുതി എന്നാണ് പേര്. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഇവിടെ അല്ലേ, ഞാൻ വന്നിട്ടുണ്ട് ചേച്ചി എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. ഇന്ന് എൻ്റെ ആശാത്തി വളരെ സർപ്രൈസ് ആയിട്ട് എന്നോടൊന്നും പറയാതെ വീട്ടിലേക്ക് വന്നതാണ്. ഒരുപാട് സന്തോഷം. നിങ്ങളെ പോലുള്ള എല്ലാവരെയും എനിക്ക് കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന ഒരാളാണ്. മാസ്ക് എടുത്തിട്ട് ശ്രുതിക്ക് പറയാം. ഹായ്, ഒരുപാട് സന്തോഷമുണ്ട്. വിനിച്ചേച്ചിനെ നേരിട്ട് കാണണം എന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പൊ അത് ഫൈനലി ഇപ്പൊ ഇന്നത് സാധിച്ചു. ഒരുപാട് സന്തോഷമുണ്ട്. നമ്മള് യൂട്യൂബിൽ കാണുന്ന അതേ ആള് തന്നെയാണ് വിനിച്ചേച്ചി നേരിട്ട് കാണുമ്പോ ഭയങ്കര സന്തോഷമായി. നമുക്ക് മാറ്റമൊന്നുമില്ല ശ്രുതി. ബാക്കി എല്ലാവരുടെയും എനിക്കറിയില്ല, പക്ഷെ ഐ എം വൺ ആൻഡ് ദ സെയിം. എനിക്ക് ഒരു വ്യത്യാസം തോന്നാനില്ല. ഇപ്പൊ ശ്രുതിക്ക് ഞാൻ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാം ശ്രുതി വന്നത് എന്നുള്ളത്. താങ്ക് യു സോ മച്ച്. അത്രയും വിചാരിച്ചിട്ട്, ഞാനിവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് യു കെയിം ഡൗൺ. അത്രയും സന്തോഷം എന്നെ കാണാൻ വന്നതിൽ. താങ്ക് യു ശ്രുതി. താങ്ക് യു.
ആള് ചായയും ഒക്കെ കുടിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിൽ പോലെ ഞങ്ങൾ കുറേ നേരം ഇരുന്ന് സംസാരിച്ചിട്ടൊക്കെയാണ് പോയത്. നിങ്ങൾ എല്ലാവരെയും ഇതുപോലെ കാണണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ എന്തായാലും താങ്ക് യു ഡാർലിംഗ്, താങ്ക് യു. എന്തായാലും ലിനീസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു എൻ്റെ ഈ കുടുംബത്തിൽ നിന്ന് ഒരാൾ വീട്ടിലേക്ക് വരിക എന്ന് പറയുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് മോളെ, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. അപ്പൊ എന്തായാലും ഇനി വരാം, അബുദാബിയിലാണ്. എല്ലാവരോടും അന്വേഷണം പറയാം. ഓക്കെ, ശരി. ഓക്കെ, അപ്പോൾ വീണ്ടും കാണാം ഒരു പുതിയ റെസിപ്പിയുമായി. Till then, take care and bye-bye. Dum ta-ra-ra ta-ra-ra-ra, dum ta-ra-ra ta-ra-ra-ra, dum ta-ra-ra ta-ra-ra-ra. Vinny's Kitchen.